പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മാനവതി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മാനവതി വന്നിടിലും. കർത്താവിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:10 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ദാവീദ് രാജാവ് പറയുന്ന ഒരു വലിയ കാര്യം, ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്താണ് ഈ സങ്കീർത്തനം എഴുതാനുള്ളൊരു കാര്യം? ഇതൊക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ ഇവിടെ 10-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നമ്മുടെ വളരെ സന്തോഷത്തിൻ്റെ നാളുകൾക്കിടയിലായിരിക്കും ചിലപ്പോൾ ചില നഷ്ടങ്ങളോ ചില പ്രശ്നങ്ങളോ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു വീഴ്ചകളോ വന്നു വീഴുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവസന്ധി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു നല്ല സാക്ഷിയെ തീരേണ്ടതിന് പ്രത്യാശയോടുകൂടി എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് നമ്മളെ തന്നെ ശോധന കഴിച്ച് ഏറ്റവും അധികം കൃപ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കേണ്ടതിന് പകരം ഇപ്പം എന്നാ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നേ, ഞാൻ കർത്താവിന് വേണ്ടി എല്ലാ ആഴ്ചയിലും ദശാംശം കൊടുക്കുന്നുണ്ട്, വഴിപാട് കൊടുക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച ഇടുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്, എന്നിട്ട് പിന്നെ എനിക്കെന്നാ ഇങ്ങനെയൊക്കെ വന്നേ എന്ന് ചോദിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു ദുർബല നിമിഷം നമുക്ക് ആരുടെയും ജീവിതത്തിലുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചത് മാത്രമാണ്. അതിന് മഹത്വം കർത്താവിന്. അത്രയൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം എടുത്ത് ഉപയോഗിച്ചില്ലേ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ വരുമ്പോൾ അതിനെ സഹിക്കാനും അതിനെ ക്ഷമിക്കാനും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനും ഒരു കൃപ നമ്മൾ പ്രാപിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വീണാൽ നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളറിയാതെ നമ്മൾ ദൈവനാമത്തെ പഴിക്കേണ്ടി വരും. അതും ദൈവത്തെ അറിയാത്തവർക്ക് മുമ്പിൽ പോയി നമ്മൾ പഴിച്ച് പറയേണ്ടി വരും. അങ്ങനെ ആകരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇല്ലാതൊന്നും ഇല്ലല്ലോ ദൈവമക്കളെ. ഏത് ജീവിതത്തിലും ആരുടെ ജീവിതത്തിലും ഏത് വ്യക്തിപരമായ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്തത് കടന്നു വരും. അപ്പോഴും നമുക്ക് ഉത്തരം തരുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നിന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച് അതിന് ഉത്തരം കണ്ടെത്തണം. നമ്മൾ നിലവിളിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല, ദൈവം കേൾക്കുമല്ലോ. കേൾക്കുന്ന ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഇവിടെ ദാവീദ് രാജാവ് വലിയ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് എഴുതി വെക്കണമെങ്കിൽ ആ ദൈവത്തോടുള്ള പ്രത്യാശ കൈവിട്ടിട്ടില്ല. ആ ദൈവസന്നിധിയിലോട്ട് ചേർന്ന് അങ്ങനെ ഒരു അനുഭവമായിരിക്കട്ടെ ദൈവമക്കളെ. ദൈവം അറിയാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി തരുന്ന ഓരോ അനുഭവത്തിലും നമ്മുടെ ഒരു കഷ്ടതയാണോ അതിനും വന്നത് നമുക്ക് ഗുണമാനും നമുക്ക് പറയാൻ പറ്റും. ഒരു നിന്ദയാണോ അതിലും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ ദൈവയാക്കും. ഒരു ഞെരുക്കമാണോ ആ ഞെരുക്കത്തിലും വിശാലതയിലൂടെ നടത്തുന്ന ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്താൻ ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 11-ാം വാക്യത്തിൽ പറയും, ഇത്രയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ദാവീദ് വിളിച്ചു പറഞ്ഞൊരു കാര്യം, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാമെന്ന്. കഷ്ടത വരണം ദൈവമക്കളെ. കഷ്ടതയിലൂടെ കടന്നുപോയവർക്ക്, കഷ്ടതയിലൂടെ കടന്നു വരുന്നവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടത കടന്നു വന്നപ്പോൾ നമ്മൾ വീണുപോയി തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ കടന്നു വരുന്നവരെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ജയം നേടുകയാണ്. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാമെന്ന്. അല്പസമയം മുമ്പ് അനുഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഈ സങ്കീർത്തനത്തിന് മുകളിൽ ഒരു തലക്കെട്ടുണ്ട് ദൈവമക്കളെ. അതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറയാണ്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. ഇത്രയും പ്രത്യാശയുള്ളൊരു ഉപദേശം കൊടുക്കുവാൻ കാരണം അനുഭവത്തിലൂടെ പോയത് കൊണ്ടാണ്. അനുഭവം വന്നപ്പോൾ വിരണ്ടോടിപ്പോയിട്ടല്ല, അനുഭവത്തിനകത്ത് ആ പ്രശ്നത്തിൻ്റെ നടുക്ക് ദൈവമക്കളെ കർത്താവിനെ അനുഭവിച്ചറിയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതേ ദൈവമക്കളെ, ചെങ്കടലുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലൂടെ വഴി നടത്തുന്ന ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു. കഷ്ടതയാന്ന് തീച്ചൂള കടന്നു വരട്ടെ, എന്നാലേ തീയുടെ ബലം കെടുത്തുന്ന ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശയോടെ മടങ്ങി വാ ദൈവമക്കളെ. ഉപദേശം കേൾക്ക്, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ഇത്ര മതി. ഇത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. പക്ഷേ ഇതാണ് ദൈവമക്കളെ വലിയ കാര്യങ്ങൾ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. സമാധാനം അന്വേഷിക്കണം ദൈവമക്കളെ, അന്വേഷിച്ച് അതിനെ പിന്തുടരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. കാരണം സമാധാനത്തിൻ്റെ പ്രഭുവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവേ, ഇവിടെ ദാവീദിനെക്കുറിച്ച് പറയുമ്പോഴും എത്രയൊക്കെ നൊന്ത് നീർന്ന അനുഭവങ്ങളുടെ മുമ്പിൽ കർത്താവേ മഹത്വത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ച് തരാം എന്ന് പറയുമ്പോൾ കർത്താവെ, ഏത് കഷ്ടതയുടെ നടുവിലും നിന്ന് ഉപദേശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന ജ്ഞാനം ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആയിരുന്നു എന്ന് കർത്താവെ ഇത് വായിക്കുമ്പോൾ അടിയങ്ങൾ മനസ്സിലാക്കുന്നപ്പാ. അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവമായ കർത്താവെ കടന്നു വന്ന കഷ്ടതയുടെയൊക്കെ നടുവിൽ ഞങ്ങളെ താങ്ങി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഏത് മഹാകഷ്ടതയുടെ നടുവിലാണെങ്കിലും കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയവരും കർത്താവ് കൊടുത്ത ഉപകാരത്തെ സാക്ഷീകരിച്ചവരും കർത്താവെ പ്രകീർത്തിച്ചവരുമൊക്കെ വീണ് കിടക്കുന്ന മക്കളെ സമത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ കർത്താവെങ്കിലേക്ക് നോക്കി എഴുന്നേൽക്കുവാൻ നിൻ്റെ മക്കളെ ഒരുക്കണമേ. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ ജീവനുള്ള കാലം കർത്താവിനെ ആരാധിക്കേണ്ടതിന് ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.